സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചർ ഉള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ച് മോശമായിട്ട് പറയുന്ന അവരുടെ കമന്റുകൾ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് വളരെ ക്രിഞ്ച്. സിനിമ കണ്ടിട്ടാണോ അദ്ദേഹം ഇത് റിവ്യൂ ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ജസ്റ്റിസ് ഡിസേർവ്ഡ് ആണ്, ബിക്കോസ് അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവനെ മിക്കവാറും കൊല്ലും. കോക്ക് ചെയ്യുന്ന സിനിമകളെല്ലാം, അയാൾ പറയുന്നത് എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഏത് സിനിമയാണ് ഇവിടെ പരാജയപ്പെടാൻ വേണ്ടി എടുക്കുന്നത്? ഇപ്പൊ വിമർശനം കൊണ്ട് മാത്രം ഒരു പടം തോക്കൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ പടം തന്നെ ആയാലും അതുകൊണ്ടിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ മൊത്തം ടീം, ഞങ്ങൾ എല്ലാവരും അതിന് അലേർട്ടായിട്ടാണ് പോകുന്നത്. ഇന്നത്തെ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഒരു റോപ്പിൽ ചെയ്യുന്ന ഒരു സാധനം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്പുന്നത്. ഇത് ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ക്രോറിലേക്ക് ഞങ്ങൾ എത്തി. നമ്മൾ വൺ ടൈം വാച്ചബിൾ പുതിയ വാക്കുകൾ വന്നിരിക്കുന്നു. അത് റോങ് ആണ്, അത് തെറ്റല്ലേ, അത് ചെയ്യാൻ പാടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഈ യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മ കാണുന്ന നല്ല സിനിമകൾ ഉണ്ടായിരുന്നോ? ഉണ്ടാവൂല. ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ കാശ് മുതൽ കണ്ടിട്ട് വേണം ഇറങ്ങാൻ. ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു വർഷത്തെ എഫേർട്ട്, ഇപ്പൊ ബാബുചേട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ പ്രൊഡ്യൂസർ പോയത് എന്നൊരു ആശുപത്രി പോലും കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇത് ഇറക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. മലയാള സിനിമകൾ ഇതുപോലെ കുറ്റം പറഞ്ഞ് ഇല്ലാതെ ആയാൽ ഇവിടെ ഏത് തിയേറ്ററിൽ കേട്ടിരുന്നു? കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം. അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പ്. സീനുകളാണ് അല്ലെങ്കിൽ മലങ്കൾട്ടാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള നല്ല ഫൈറ്റ് സീനുകളുണ്ട്. അതിപ്പോൾ ഇതിനെ ആക്ഷേപിക്കുന്നവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു കയ്യടി കിട്ടേണ്ട കാര്യം. കാരണം വളരെ ഫൈറ്റിനെ കുറിച്ച് ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്ന പല ആൾക്കാരുടെയും എല്ലാം കേട്ടതാണ്. അപ്പോൾ അതിന് അത്ര എഫേർട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ പറഞ്ഞ കാരണം പണ്ടെല്ലാം നമ്മൾ ഈ പറയുന്ന ഞാൻ 93 സിനിമയിൽ വന്ന ആളാണ്. അന്നൊക്കെ അത് മുതൽ 2000 വരെയുള്ള സിനിമകളിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു കാര്യമാണ്. കാരണം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്ടർ പോലും ഫൈറ്റ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് സിനിമയുടെ. ഞാനൊരു 35 വർഷമായി സിനിമയിൽ. ഇനിയിപ്പോൾ ആക്ടിങ് ക്ലാസ്സിൽ പോകേണ്ട അതിനേക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട് പല ഇതുമായിട്ട്. പിന്നെ നമുക്ക് ഓരോ വേഷങ്ങൾ കിട്ടുമ്പോഴല്ലേ നമ്മളതൊക്കെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊരു അവസരങ്ങളാണല്ലോ. ഇപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്താലും അവർക്ക് കിട്ടുന്ന വേഷങ്ങൾ, അതുപോലെ തന്നെ ആ സിനിമ ഓടുമ്പോഴൊക്കെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ. പിന്നെ ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഭയങ്കര ക്രിഞ്ച് സീനുകളുണ്ട്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നതിൽ. പക്ഷെ നമുക്ക് പറയാവുന്ന കാര്യം, കഥകളും സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ ഒന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളൊരു പഴയ കഥ പറയുമ്പോൾ ആ പഴയ കാര്യങ്ങൾ തന്നെയല്ലേ പറയേണ്ടത്, അല്ലാണ്ട് അതിന് പുതിയ രീതിയിലൊന്നും. പിന്നെ ഈ പറയുന്ന പോലെ തിരക്കഥയിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ പോലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയണം. എന്താ നെടുന്തൂൺ എന്നൊക്കെ പറയുന്ന ഒരിതിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ. പക്ഷെ അപ്പം നമുക്ക് പ്രായം നമുക്ക് ഒരു അനുകൂല ഘടകമല്ലല്ലോ എന്നൊക്കെ നമ്മളിപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും അതിനുള്ള എഫർട്ട് ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്ത പല സിനിമ, പള്ളിച്ചട്ടമ്പി പോലുള്ള സിനിമകളിലൊക്കെ അവരതിനകത്തുന്ന എഫർട്ടുകൾ 140 ദിവസം ഷൂട്ടിങ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ദൈവമേ, നമ്മുടെയൊക്കെ ഒരു ചെറിയ സമയത്ത് ഇതിനുള്ളൊരു അവസരം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിച്ച് പോകും. എന്തായാലും ഈ സിനിമയ്ക്ക് എടുത്തിരിക്കുന്ന എഫർട്ട്, അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ഡയറക്ടർ, അത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും 10-11 ഫൈറ്റുള്ളൊരു സിനിമ, അത് നല്ല രീതിയിൽ പോകുന്നു. 140 തിയേറ്ററിൽ പോകുന്നു, ഇനിയും തിയേറ്ററുകളിൽ അത് ഓടുന്നു എന്നൊക്കെ പറയുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ അവരുടെ മനസ്സിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സൂര്യ, ഇവരൊക്കെ ആയാലും അപ്പോൾ അവരുടെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമയല്ല ഇവർ കാണുന്നത്. കാരണം ഇവർ ജനിച്ച് വീണത് ഈ മൊബൈൽ വേൾഡിലേക്കാണല്ലേ. ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് ഗംഭീരമായിട്ട് 4K സ്വന്തമായിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ പിള്ളേർ.
കൊച്ചു കുട്ടികൾ പോലും ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ കളിപ്പാട്ടം കൊണ്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ കൊണ്ടാണ് ആ പിള്ളേർ കളിക്കുന്നത്. അമ്മമാരപ്പന്മാരും അവർ മൊബൈലാണ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ആസ്വദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറിപ്പോയി. അപ്പോൾ അവരെ ഒന്നും ഒരിക്കലും നമുക്ക് സിനിമ പഠിപ്പിക്കാൻ സാധിക്കില്ല, കാരണം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ കൂടെ ചെയ്യുമ്പോൾ സിനിമയെ നമ്മൾ ഇവരിങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം പണ്ടെല്ലാം നമുക്കറിയാം, പണ്ടത്തെ സിനിമകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം ഒരു സ്പൂൺ ഫീഡിങ് ഉണ്ടാവും. ഇത് അപ്പൻ, ഇത് അമ്മ, ഇത് കുട്ടികൾ, ഇത് അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് അതൊക്കെ മാറി. ഇന്നൊരു നോട്ടത്തിൽ കൂടി പോലും ആ വീട്ടിൽ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു ബ്രില്യൻസ് കണ്ടത് ജോജി എന്ന് പറയുന്ന പടത്തിൽ. ആ പടത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നവൻ എൻ്റെ മകൻ ഒരു സീക്വൻസ് പോലും ഇല്ല. പക്ഷേ ആൾക്കാർക്ക് അത് ആദ്യമേ തന്നെ മനസ്സിലായത് ഇത് ഇയാളുടെ മകനാണ്. അങ്ങനെ അതായത് ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് കൊണ്ടും ഡയറക്ടറുടെ ബ്രില്യൻസ് കൊണ്ടും ഒക്കെ പോകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ളത്. നമ്മൾ മറ്റുള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കന്നഡ പടമൊക്കെ കണ്ടപ്പോൾ നമ്മളെയൊക്കെ അവർ കാണുന്നത് വലിയ ആർട്ടിസ്റ്റുകളായിട്ടാണ്. നമ്മൾ പറയുന്ന സജഷൻസും അവർ സ്വീകരിക്കുന്നത് നമ്മുടെ സിനിമകൾക്ക് അത്രയും വലിയ വൈഡ് അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. അതെല്ലാം നമ്മുടെ മലയാള സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തിയേറ്ററുകൾ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഞാൻ പല സമയത്തും പറഞ്ഞു, ഞാനൊക്കെ ചെന്നൈയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് ഞാനൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നാണ് നമ്മുടെ സിനിമകളൊക്കെ ഇതുപോലുള്ള തിയേറ്ററുകളിൽ കളിക്കുന്നത്, ഈ ഉദയം കോംപ്ലക്സിലൊക്കെ. അപ്പോൾ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം നമ്മുടെ സിനിമകൾ പോലും, ഇപ്പം നമ്മുടെ പൊങ്കാല പോലും അവിടെ നല്ല തിയേറ്ററിൽ കളിക്കുമ്പോൾ നമുക്ക് അതൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആത്മാഭിമാനം കൊള്ളാം, അഹങ്കരിക്കാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനിയും നമുക്ക് വിശേഷങ്ങൾ. നിങ്ങളാണ് എനിക്ക് എന്നും മാധ്യമത്തോടാണ് ഒരു വിശ്വാസം. മാധ്യമമാണ് സിനിമയെന്നല്ല നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മാധ്യമം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്പുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് ക്രിറ്റിസൈസേഴ്സ് നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അതൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കണ്ടത്. അവരൊക്കെ സിനിമ കണ്ടിട്ട് അവരതിനെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടപ്പെടാത്തത്, അയാൾ ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു വർഷത്തെ എഫേർട്ട്, ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാനം റിലീസ് ചെയ്യുന്ന നമ്മൾ ഞായറാഴ്ച ഇതുപോലൊരു ഈവൻറ്റ് ഇവിടെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞായറാഴ്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൊങ്കാല എന്നൊരു ഫെസ്റ്റിവൽ അനുസരിച്ചിട്ട് റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ്, ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ഞായറാഴ്ച റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എത്ര പേരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഐ കാൻ ഡു ദാറ്റ്. ഇറ്റ്സ് വെരി, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് കൺവേ ചെയ്യാൻ പറ്റിയത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് മാത്രമാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഇവിടെ ഇല്ല. ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് ഈ 5-ാം തീയതി റിലീസ് ചെയ്തത്. ഈ 5-ാം തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ 5-ാം തീയതി മമ്മൂക്കയുടെ, ഇവിടുത്തെ സിംഗം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇത് ഇറക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. ഞങ്ങൾക്കിടയിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിധികൾ അതിനനുവദിച്ചില്ല. അപ്പം നിങ്ങൾക്ക് ചോദിക്കും, എന്താണ് മാറ്റി വെച്ചുകൂടെ ജനുവരിക്കോ ഫെബ്രുവരിക്കോ അടുത്ത വർഷത്തേക്ക്? അതൊന്നും സാധ്യമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സിനിമയാണിത്. ശ്രീനാഥ് ബാസിയെ പോലൊരു ആർട്ടിസ്റ്റിനെ, ഞാൻ അവന് ചെറുതാക്കി പറയുന്നതല്ല, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വെച്ച് ഇത് സിനിമ ചെയ്യുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഇത് റിലീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കടമയായി മാറി. പല സ്ഥലത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ സംഭവം കളങ്കാവലിന് ഓപ്പോസിറ്റ് ഞാൻ റിലീസ് ചെയ്തത്. അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. 2 ദിവസം. ആദ്യത്തെ ദിവസം 25 lakhs, വെറും 25 lakhs ആണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 23 ആയി. അപ്പോൾ തളർന്നു പോയി സത്യത്തിൽ. 2 ദിവസമായപ്പോഴത്തേക്കും, അതായത് എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ 3-ാം നാൾ യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഇത് ആരൊക്കെ വിശ്വസിച്ചാലില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിൽ ഇന്ന്
ഞങ്ങൾക്ക് നല്ലൊരു ക്രോറിലേക്ക് ഞങ്ങൾ എത്തി. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി ഇവിടെ വെച്ചത്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം മിനിമം ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങൾക്കിടയിലും വരുന്ന മെസ്സേജുകൾ മാത്രം ഞാൻ ഓൺലൈനിൽ ഞാൻ വയ്ക്കാം. അത്രയധികം ആളുകൾ പടം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത എഫേർട്ട് ചുമ്മാതല്ല. ഒരു യൂട്യൂബർ, അതായത് ഞാൻ മാധ്യമങ്ങളെയല്ല പറയുന്നത്, അതായത് എന്താ പറയുക, ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട്. അയാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. എന്തെന്നാ അയാൾ പറയുന്നത്? സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചർ ഉള്ളൂ, അയാളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, വ്യൂസ് ഉള്ളൂ. പക്ഷേ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, കുടുംബവും കുട്ടികളെ എല്ലാത്തിനെയും മറന്ന് നമ്മൾ സകലതും വിട്ട് ഒരു 3 മാസം ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് ചിലവാക്കുന്ന സമയം കഥയുണ്ടാക്കാനാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് വെരി ഈസി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച മതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. എൻ്റെ വീട്ടിൽ 3 സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ റെഡി ആയിരിക്കണം, ഇമ്മീഡിയറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമൽ ഒരാൾ എടുക്കുന്ന എഫേർട്ട് അത് നിസ്സാരമായി കണ്ടിട്ടാണ് ഒരു യൂട്യൂബർ ഒരാൾ ഇരുന്നിട്ട് ചുമ്മാ പറയുകയാണ് അതിൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇയാൾ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ട് ഇയാൾക്ക് ഇത്രയും നോളജുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ്, സത്യം പറയാം. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് റിയാക്ട് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് എനർജിയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഡബിൾ മടങ്ങ് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ മൊത്തം ടീം, ഞങ്ങൾ എല്ലാവരും അതിന് അലേർട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി ഇത് എത്തിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു സിനിമ, ഇനി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പൊങ്കാല മാത്രമല്ല, ഇനി വരുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഒരു 50% പേരാണ് നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചോ, 100-ൽ ഈ 50 പേർക്ക് കാണാനുള്ള അവസരം പോലും കൊടുക്കാത്ത രീതിയിലാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് റോങ് ആണ്, അത് തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഈ യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മൾ കാണുന്ന നല്ല സിനിമകൾ ഉണ്ടായിരുന്നോ? ഉണ്ടാവൂല. എല്ലാം നശിച്ചു പോയാനെ, കലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യാൻ സമയമായിട്ടില്ല. ഞാൻ അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ, വളരെയധികം സന്തോഷം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ ഒരു പ്രസ് മീറ്റിംഗ് വെച്ചതും നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ തന്ന സപ്പോർട്ടിലാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ വന്ന് കയറുന്ന സമയം വരെ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. അതും വിളിച്ച് വന്നത്, എടാ വൈപ്പിൽ ഭയങ്കരമായിട്ട് വൈപ്പിൽ, അതായത് നടന്ന സംഭവം അവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ കഥ നടന്ന ഏരിയ അതാണ്. അവിടെ നിന്ന് ഒരു കോൾ വന്നിട്ട് പറഞ്ഞത് ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എന്നാണ്. അപ്പോൾ ആ അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ നാളത്തേക്ക് ഒരു 4-5 സ്ക്രീൻ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നാളത്തേക്ക് 1-2 സ്ക്രീൻ പ്രധാനപ്പെട്ട സിനിമ തിയേറ്ററുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. കാരണം അറിയാലോ, മമ്മൂക്കയെ പോലുള്ള ഒരാളുടെ സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ബാധിച്ചു. അത് തന്നെയാണ് ബാധിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ്, കാരണം ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് 2-3 ദിവസം മുന്നേ ഞാൻ പ്രിവ്യൂ വെച്ചത് പോലും യങ്സ്റ്റേഴ്സിനായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ട് ഞാൻ റിലീസ് ചെയ്യുള്ളായിരുന്നു. ആസ് എ ഹ്യൂമൻ ബീങ് ഐ ഹാവ് ദ കോമൺ സെൻസ്. ഞാനത് ചെയ്തു. അവർ തന്ന കോൺഫിഡൻസിൽ മാത്രമാണ് 5-ാം തീയതി റിലീസ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് സിനിമ കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് എത്തിക്കുകയാണ്. ദൈവം സഹായിച്ച് ഇപ്പം എന്തായാലും തിയേറ്ററുകൾ കൂടുന്നു, നല്ല രീതിയിൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ നല്ല കളക്ഷനായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ ഉടനെ ഞങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ല സഹകരണവും എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഓവറായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അല്ല, അത് പിന്നെ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേരെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് വശ്വന്ത് കോക്ക് ചെയ്യുന്ന സിനിമകളെല്ലാം, അയാൾ പറയുന്നത് എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അയാൾക്ക് പറയാം, അയാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അത് അയാളുടെ അവകാശമാണ്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, അത് അയാളുടെ ഒപ്പീനിയനാണ്. ഹി ക്യാൻ ടോക്ക് ടു ഓഡിയൻസ്. ബട്ട് ഐ ആസ്കിങ് ടു യു, എന്തുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ സിനിമകളും ഹിറ്റായിട്ടുണ്ടോ? അയാൾ പറയുന്ന എല്ലാ സിനിമകളും നല്ലതാണോ? ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒപ്പീനിയനാണ്, അദ്ദേഹം കാണുന്ന കാര്യമാണ്.
അദ്ദേഹത്തിന് സിനിമ അയാൾക്ക് നെഗറ്റീവ് പറഞ്ഞാൽ അയാൾക്ക് വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ സംസാരിച്ചിരിക്കും. അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എഫേർട്ടിനെയാണ് അയാൾ ചോദ്യം ചെയ്തത്. അയാൾക്ക് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിലെ കഥയിലോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും വിഷ്വലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കിങ്ങിൽ ഇഷ്യൂസോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം പറയുന്നത് എന്താ, ഒരു ക്യാരക്ടർ വന്നു അയാൾ പോയി, ഇയാൾ പറയുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പോലും കാരണം ആ യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ക്രിറ്റിസൈസേഴ്സ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. സിനിമ കണ്ടിട്ടാണോ അദ്ദേഹം ഇത് റിവ്യൂ ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം പറയണ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് എനിക്കൊരു എനർജി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് അതൊരു പ്രശ്നമല്ല, കാരണം അയാൾ സിനിമ കണ്ടിട്ടല്ല റിവ്യൂ ചെയ്തിരിക്കുന്നത്. അയാൾ പറഞ്ഞ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് പല ആളുകളും സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം, നിങ്ങൾ അല്ലെങ്കിൽ കണ്ട ആളുകൾ ഒന്നും കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഫോൾട്ടല്ലേ. ഇത്രയും കോടി രൂപ മുടക്കി ഒരു സിനിമ എടുത്തിട്ട് സിനിമ കാണാതെ എങ്ങനെയാണ് ഇത് ചെയ്യുക എനിക്കറിയാൻ പാടില്ല. അത് കാണുന്ന പാവപ്പെട്ട ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ, ആ സിനിമ മോശമാണെന്നല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സത്യസന്ധത കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ദൈവം അത് മൗത്ത് പബ്ലിസിറ്റിയിലുള്ള ആളുകൾ എത്തിച്ചുകൊണ്ട് ഇന്നിപ്പോൾ തിയേറ്ററിൽ സാധനം പോകുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റി, ഇല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വാഷ് ഔട്ടായി പോകും. ഇത് ഒരു സിനിമയല്ല, ഇത്രയും കോടികൾ മുടക്കി ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും? അതാണ് ഞാൻ ചോദിച്ചത്. പുള്ളി പറയുന്ന എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആണ്, ഞാൻ സമ്മതിച്ചു എന്നേ. മനസ്സിലായോ? അയാളൊരു വലിയ ടെക്നീഷ്യൻ ആയിരിക്കും, എന്നെക്കാട്ടും ബ്രില്യൻ്റ് ആണ്. എനിക്ക് അറിയില്ല, ഞാനൊരു കോമൺ സെൻസ് ഉള്ള ഒരാളാണ്. അയാൾക്ക് അതിബുദ്ധിമാനാണ് അയാൾ. എങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാ സിനിമകളും അതുപോലെ ഇവിടെ ഹിറ്റായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അദ്ദേഹം നല്ലത് എന്ന് പറയുന്ന എത്രയോ സിനിമകളിലൂടെ ഔട്ടായിപ്പോയി. കഴിഞ്ഞ ദിവസം പോലും സംഭവിച്ചു. ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല ആരാണ് ഏതാണ് സിനിമ എന്നുള്ളത്. അത് സിനിമയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് എൻ്റെ എത്തിക്സ് ആണ്, ഞാനത് കീപ്പ് ചെയ്യുന്നു. ഒരു റിവ്യൂവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ തകർന്നു പോകുന്നതല്ല സിനിമകൾ. അദ്ദേഹത്തിൻ്റെ വ്യൂ പറയുന്നു. എത്രയോ സിനിമകൾ അദ്ദേഹം അതുപോലെ ആൾക്കാരും പറയുന്നത് ഓടുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഒരു എനിക്കിഷ്ടപ്പെടുന്നൊരു സിനിമ ചിലപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ മറിച്ച അഭിപ്രായം പറയാം. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് ഇത്ര വേദനിക്കാൻ കാരണം ഇദ്ദേഹം ഒരു 2 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന, കാരണം ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് വളരെ വളരെ പണിപ്പെട്ട ഇതാണ്. കാരണം ഞാൻ 94 സിനിമ അഭിനയിക്കാൻ വന്ന ആ വർഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ. അന്നൊക്കെ വളരെ ഈസിയാണ് ഈ കാര്യം. അന്ന് നമുക്ക് നിങ്ങളുടെ കയ്യിലിരുന്ന കാശൊക്കെ കണ്ടിട്ട് എനിക്ക് പടം എടുക്കാം. ഇപ്പോൾ അലിയുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കണ്ടിട്ട്, എൻ്റെ സുഹൃത്താണല്ലോ, എനിക്ക് പടം എടുക്കാം. ഇന്നത് നടക്കില്ല. ഇന്ന് അവസാനം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ അനൗൺസ് ചെയ്തൊരു സിനിമയുടെ കാര്യം അടക്കം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ കാശ് മുതൽ കണ്ടിട്ട് വേണം ഇറങ്ങാൻ. കാര്യം മാറിപ്പോയി. അപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ഇദ്ദേഹത്തിൻ്റെ വേദനയാണ് ഈ പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ ഇവരുടെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ എഫർട്ടിനെ നമ്മൾ കളിയാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം പറയും, പക്ഷെ അതൊരു കൊഞ്ഞണം കുത്തുന്ന രീതിയിൽ അഭിപ്രായം പറയരുത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ കുട്ടി എന്നോട് ചോദിച്ചു, ഇപ്പം അഭിനയത്തിലൊക്കെ വളരെയധികം മാറിയിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. കാരണം ഇത് നമ്മളിങ്ങനെ മെനിക്ക് കൊണ്ടുവരുന്ന സംഭവമാണല്ലോ. ആദ്യമേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് കുറേ കഴിയുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് കളിയാക്കരുത്. അതിനൊരു ഒരു ബൗണ്ടറി ഉണ്ട്, അതിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത്ര കാരണം ഇവരുടെ എഫർട്ടൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. കാരണം ആ ഒരു സിനിമ പുറത്തിറക്കാന്ന് പറഞ്ഞാൽ വളരെ ഇതുള്ള പണിയാണ്, ഇല്ലേ? ഇപ്പം തന്നെ സിനിമകൾ തന്നെ ഇതുപോലെ പല ആൾക്കാരും പലത് പറഞ്ഞ് നമുക്ക് സിനിമകളില്ലാതെയായി കേരളത്തിൽ.
ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഓക്കെ, ചോദിച്ചോളൂ. അല്ല, ഈ പറഞ്ഞ ഇതിനകത്ത് ഫൈറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആദ്യമേ പാട്ടിലാണെങ്കിലും ബൾജറിന്റെ ഫൈറ്റും എല്ലാം വലിയ ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. ആ ഫൈറ്റ് സീനുകളിലേക്ക് വീണ്ടും പണ്ടും ഫൈറ്റ് ഇടികൊള്ളാൻ വേണ്ടി മാത്രം, പണ്ട് കഥ വന്നിട്ട് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം പോയി വൈദ്യുതി ഇടി മേടിക്കുക, പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകാമെന്ന്. പക്ഷെ ഇത് വേറെ രീതിയിലേക്ക് സിനിമ മാറി. പണ്ട് ഫൈറ്റ് മാഷ മാത്രമേ ഇപ്പോൾ ഡയറക്ടറും അതിനോട് ഇൻവോൾവ് ആവുന്നു. ഈ ഫൈറ്റ് സീനുകൾ എടുക്കുമ്പോൾ ഭവിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തി തരുന്നുണ്ടായി. അത് തീർച്ചയായിട്ടും തൃപ്തി തരുന്ന വെച്ചാൽ ആൾക്കാരത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഒരു റോപ്പിൽ ചെയ്യുന്നൊരു സാധനം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അത് റോപ്പാണെന്ന് പറയാൻ അങ്ങനത്തെ ഉള്ള പിള്ളേരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പം നമ്മൾ റിയലായിട്ട് ചെയ്യുന്ന കാര്യം, ഇപ്പം ഞാനൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് 2 കൈ പിടിച്ചിട്ടുള്ളതാണ്. എനിക്ക് കണ്ടമാനം പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. ഞാൻ അതൊന്നും ഈ അവസരത്തിൽ പറഞ്ഞാൽ അന്ന് ഫൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്ത് വീണ് ലാസ്റ്റ് ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിലാണ് ആ സിനിമ മതി എന്നും പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡ്യൂസർ പോയത്. എന്നൊരു ആശുപത്രി പോലും കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല. അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അന്നത്തെ കാലം. ഇന്നത് മാറിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പള്ളിച്ചട്ടം, ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത പടം, എന്തൊരു എഫർട്ടാണ് അവരെടുക്കുന്നത് ആ പടത്തിന് വേണ്ടിയിട്ട്. ആ ഒരു ഫൈറ്റിൽ ഓരോ ഷോട്ടിന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പല മാസ്റ്റർമാരുണ്ട്. എല്ലാം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അസിസ്റ്റൻസ് പിള്ളേരാണ് ഇപ്പോഴത്തെ വലിയ മാസ്റ്റർമാർ. ഞാനൊക്കെ ഇടികൊണ്ട് കിടക്കുന്ന സമയത്ത് ഈ ദായറായ മാസ്റ്ററിനെ, സുബ്രഹ്മ മാസ്റ്ററിൻ്റെയും കനൽക്കണ്ഠൻ മാസ്റ്ററിൻ്റെയൊക്കെ അസിസ്റ്റൻസ് ആയിരുന്നു ഇന്നത്തെ വലിയ മാസ്റ്റർമാർ. അപ്പോൾ അവരൊക്കെ ഇന്ന് പറയുന്ന ഷോട്ടുകളും അവരിന്ന് വെക്കുന്ന കാര്യങ്ങളും അതിനു വേണ്ടി ഇവർ ചെയ്യുന്ന എഫർട്ടുകളും, ഇന്നിപ്പോൾ ഏതൊരു സെറ്റിൽ ചെന്നാലും നമ്മൾ ഒരു ക്രെയിനില്ലാത്ത സ്ഥലമില്ല, ഒരു ട്രാക്ടർ ഇല്ലാത്ത സ്ഥലമില്ല, മറ്റേ എയർ, അതുപോലെ തന്നെ കാണുന്ന ഫെസിലിറ്റീസ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊക്കെ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് വലയിലേക്കാണ്, പറഞ്ഞ് വിശ്വസിക്കൂ. മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ സിനിമയിൽ ലാലു അലക്സേട്ടൻ അടക്കം ഇങ്ങനെ വല പിടിച്ചേക്കാം. ഞാൻ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കിടന്ന് അന്നൊരു ബലൂണോ റോപ്പോ ഒന്നുമില്ല, ആ വലയിലേക്ക് കിടന്ന് കാലൊടിഞ്ഞു. അത് എപ്പോഴായിരിക്കും ആ സാധനം എടുക്കുന്നത്? അവസാനം ലൈറ്റ് പോകുന്ന സമയത്ത് 6 മണിക്ക് ഫിലിം ഉണ്ടാവില്ല, ഒരു 250 അടി ഫിലിമായിരിക്കും. അപ്പോൾ പലപ്പോഴും ശശി മാസ്റ്റർ എടുത്തൊരു ബാബു സ്റ്റാർട്ട് ക്യാമറ ഇല്ല, സ്റ്റാർട്ട് ക്യാമറയിലാണ് ആക്ഷൻ എന്ന് പറയാൻ ഫിലിമില്ല. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ചാടിക്കൊള്ളണം, ആക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര ഫിലിം പോകും. അങ്ങനെ സിനിമ ചെയ്തു വന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇപ്പം എന്തെല്ലാം ഫെസിലിറ്റീസ്. പണ്ട് അതുപോലെ തന്നെ കയറി കെട്ടിപ്പോക്കുന്ന സാധനത്തിനൊക്കെ ഒരു തോർത്ത് വെച്ചങ്ങ് കെട്ടിയിട്ട്, ഒരു തോർത്ത് ഇങ്ങനെ കെട്ടിയിട്ടാണ് ഈ കുളത്തിലിട്ട് പൊക്കണത് നമ്മൾ. അപ്പം മോളിൽ ചെറുപ്പം ശ്വാസം മുട്ടും. അതൊക്കെ മാറി. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് വന്നു. അതോടൊപ്പം തന്നെ ഈ പ്രൊഡ്യൂസർ ഒരു പടത്തിന് വേണ്ടി കാശ് മുടക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം. പണ്ടൊക്കെ എന്താണ് കേരളത്തിൽ ഈ കോമഡി സിനിമകൾ മാത്രം ഉണ്ടായിക്കൊണ്ടുവന്ന്, കോമഡി സിനിമകൾക്ക് വളരെ എളുപ്പമാണ്. കാരണം ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി കോമഡി പറഞ്ഞ ആൾക്കാർ ചിരിച്ചോളും. പക്ഷെ ഒരു ആക്ഷൻ സംഭവത്തിലേക്ക് വരുമ്പോൾ ഒരു കാറ് പൊട്ടണം, ആ കാറിന് കാശ് ചിലവാക്കണം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ ഏരിയ, ഞാൻ നാളെ പറഞ്ഞു, നമുക്കൊരു 14 സ്റ്റേഷനല്ലേ ഉണ്ടായുള്ളൂ. 14 റിലീസിംഗ് സ്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇപ്പം നമ്മുടെ കേരളത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഇവിടെ നിന്ന് ഉത്തരാഖണ്ഡ് വരെ, ഞാനിപ്പോൾ ഇന്നാൾ പോയപ്പോൾ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ നമ്മുടെ പടം കളിക്കുന്നു. സന്തോഷമായി. മലയാള സിനിമ അവിടം വരെ എത്തി. അപ്പോൾ അങ്ങനെ വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ 11 ഫൈറ്റ് ഉണ്ട്. ആ 11 ഫൈറ്റിലും ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടയ്ക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറമാനും, അതുപോലെ തന്നെ അതിൻ്റെ കാശ് മുടക്കാൻ പ്രൊഡ്യൂസറും. ഏതൊരു ഡയറക്ടർക്കും സ്വപ്നം കാണാമെന്നേ, ഒരു ആർട്ടിസ്റ്റിനും സ്വപ്നം കാണാം. പക്ഷെ അത് പ്രാക്ടിക്കൽ ആകണമെങ്കിൽ അതിൻ്റെ പുറകെ ഒരു പ്രൊഡ്യൂസർ വേണം, സ്ട്രോങ് പ്രൊഡ്യൂസർ വേണം. ഞാൻ എടുത്തു പറയുന്നു, അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, മുടങ്ങണ കാശിന് ഒരു ട്യൂബ് അടിച്ച് പൊട്ടിച്ചാൽ ആ ഷോട്ട് ഓക്കെ അല്ലെങ്കിൽ കാശ് പോയി. ശരിയല്ലേ? അപ്പോൾ അതിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. അതിനെ ഞാൻ താങ്കളെ വിളിച്ചുകൂടി കിട്ടിയത്. കാരണം ഇതുപോലെ കാശ് മുടക്കി ഒരു പടം ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഒരാളെന്നേ പറഞ്ഞത് അതുകൊണ്ടാണ്. ട്യൂബ് പോട്ടെ, പല സാധനം കാണുന്നുണ്ട്. ട്യൂബ് ഇപ്പം ഇത്രയാവുള്ളൂ. ട്യൂബ് ഇട്ടിച്ചുകൊണ്ട് അതാ കറക്റ്റായിട്ട്. ചുമടി സിനിമയില് കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു വലിയ ആരോപണമുണ്ട്. മലയാളം, അതായത് സിനിമയിൽ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറയാൻ പാടില്ല. പക്ഷേ സിനിമയിൽ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപരാധമാണ്. പക്ഷെ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന മാന്യന്മാർ വളരെ മോശമായിട്ട് വാക്കുകൾ പറയും. ഇവനൊക്കെ വേറെ പണിയില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാൻ അധികാരം ഈ റിവ്യൂമാർക്കുണ്ടോ? അവരായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞ കാരണം എന്തല്ലേ, നമുക്ക് ഒരാളെ പരിഹസിക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരാളുടെ കഴിവ്, ആ കഴിവ് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ഇയാൾ എങ്ങനെയാണിത് ഇങ്ങനെ ആയത്, ഇങ്ങനെ ആയതെന്ന് പറയുന്നൊരു കഷ്ടപ്പാടുണ്ട്. മനസ്സിലായില്ലേ? ആ കഷ്ടപ്പാടിനെ നമ്മൾ അളക്കണം, ഇല്ലേ?
ഇപ്പം ഈ അടുത്തിടയ്ക്ക് മമ്മൂക്ക പറഞ്ഞൊരു വലിയൊരു കാര്യം, മമ്മൂക്ക പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ പണ്ട് ചെയ്ത എൻ്റെ ക്യാരക്ടേഴ്സിനോടാണ്. മനസ്സിലായില്ലേ? കാരണം മമ്മൂക്ക ഇപ്പം ഏത് ചെയ്താലും ഇപ്പം എന്ത് പുതിയ ചെയ്താലും പണ്ടത്തെ പുള്ളി ചെയ്തതിനോടാണ് പുള്ളി കോമ്പീറ്റ് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സിന് ആ ബുദ്ധിമുട്ടില്ല. മമ്മൂക്കയുടെ ഏതെങ്കിലും പടത്തിൻ്റെ അവിടെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ഒരു സാധനം റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ ഇപ്പം മമ്മൂക്ക ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത കളങ്കാവല് തന്നെ. അപ്പം നമ്മൾ അതിനകത്ത് വില്ലന്, കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് തന്നെയാണ് ഈ പടവരുന്നത്. അപ്പം നമ്മൾ അവിടെ കുറച്ച് കാണാൻ പാടില്ല. ഇവരെല്ലാം ഈ പറയുന്നത്, ഞാൻ ഒരാളെ ഇതാക്കി, പക്ഷേ എനിക്കൊരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ കഷ്ടപ്പാടുകളെ, എഫർട്ടുകളെ കാണാതിരിക്കരുത്. നിങ്ങൾ കളിയാക്കിക്കോ, പരിഹസിച്ചോ, ഈ പരിഹസിക്കുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെ വരുള്ളൂ. പക്ഷെ ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ അവസാനം അത് ഇല്ലാതെയാക്കരുത്. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സിനിമ ഇറങ്ങിയല്ലോ സുഹൃത്തുക്കളെ, എത്ര സിനിമയാണ് ഇറങ്ങാതിരിക്കുന്നതെന്ന് അറിയോ? എത്ര സിനിമകൾ, എത്ര സ്വപ്നങ്ങൾ, ഇവരൊക്കെ എത്ര വർഷത്തെ എഫർട്ടാണ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ പടത്തിന്റെ പൊങ്കാല എന്ന് എഴുതുന്നത് പോലെ ഇയാൾ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും. എൻ്റെ ഇതാണ് എൻ്റെ ടൈറ്റിൽ, എൻ്റെ ടൈറ്റിൽ ഇതാണ് പൊങ്കാല, വേണ്ട ഈ ലെറ്റർ, വേണ്ട ഈ ലെറ്റർ. ആ എഫർട്ട് കാണാണ്ടിരിക്കല്ലേ. നിങ്ങൾ കളിയാക്കാൻ വേണ്ടി എളുപ്പമോ? ഈ പറയുന്നവരെല്ലാം സിനിമ പരീക്ഷിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, പരാജയപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ കളിയാക്കരുത്. നിങ്ങൾ എന്തേ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പറയാം ഈ പറയുന്ന പോലെ, അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാം. പക്ഷെ ആ കളിയാക്കലിനൊരു അളവ് പോലെ വെക്കണം. മലയാള സിനിമ പ്രതിസന്ധിയിലാണ് വർക്ക് ചെയ്ത തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഞാൻ ഡയറക്ടറെ കൊണ്ട് എനിക്കറിയാം. ഞാൻ അവിടെ മിക്സിങ്ങിന് എല്ലാം ചെയ്യിച്ച്, ഏറ്റവും വലിയ മിക്സിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ട് എല്ലാം ചെയ്യിച്ചു. എനിക്ക് റൈറ്റ്ലി സൗണ്ട് വരണം, കയറ് വരയ്ക്കുന്ന സൗണ്ട് ഇവിടെ വരണം, മറ്റത് അവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരും. ഇവിടെ ഏത് തിയേറ്ററിൽ കേട്ടിരുന്നു? ഇപ്പോഴത്തല്ല, കുറെ നാൾ മുമ്പ് വരെ വരില്ല ഇല്ലേ, കുറെ നാൾ മുമ്പ് വരെ. ഇത് ഇപ്പോൾ വന്ന സംഭവമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ്, മറ്റത് കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇത് പറയുന്നത്. നിങ്ങൾ അതൊക്കെ വിടൂ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ ടൈറ്റാനിക് കണ്ടിട്ട് പണ്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ടൈറ്റാനിക് ഒക്കെ എന്തൊക്കെ സമയത്ത് അത് കണ്ടില്ലെങ്കിൽ മോശമാണ്. അത് പറഞ്ഞു RR ഭയങ്കരം. പിന്നെ RRലല്ലേ ഒരു സിനിമ പോണത്. ഇപ്പൊ പലരും പറഞ്ഞിട്ട് RR ഭയങ്കര, അതിന്റെ എഫക്ട്സ്, അതിനകത്താണ് സിനിമ പോകുന്നത്. സിനിമ ഒരു ടോട്ടാലിറ്റി ആണെന്നേ, അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം, വൺ ടൈം വാച്ചബിൾ, പുതിയ വാക്കുകൾ വന്നിരിക്കുന്ന. പിന്നെ മറ്റേ അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയുന്ന, അതൊക്കെ ഇവരുണ്ടാക്കിയെടുക്കാൻ. അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സിനിമ, ഏത് സിനിമയാണ് ഇവിടെ പരാജയപ്പെടാൻ വേണ്ടി എടുക്കുന്നത്? ഏത് സിനിമ എടുക്കുന്നത്? എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടി എടുക്കുന്നതാ. പണ്ടൊക്കെ മദ്രാസിൽ ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് അവിടെ ഒരു ഫോൺ വരും, സാർ സൂപ്പർ ആയിട്ടുണ്ട് സാർ, അവിടെ കാണിച്ചിട്ട് ഫസ്റ്റ് അവിടെ ഒരു പ്രിവ്യൂ ഷോ ഇടും, സാർ പടം അടിപൊളി. ഞാൻ ഇന്ന് വരെ അടിപൊളി അല്ല എന്നൊരു പടം കേട്ടിട്ടില്ല. പക്ഷെ ആ പടം പരാജയപ്പെടുന്നത് എന്താണെന്നുള്ളത് അത് ഞാൻ പറയും, അത് പ്രൊഡ്യൂസർക്ക് എണ്ണാനുള്ള ഒരു കഴിവും കൂടി വേണമല്ലോ. ചില സിനിമകൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഓടി, ചില സിനിമകൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഓടിയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പല പടങ്ങളും OTT വരുമ്പോൾ എന്തുകൊണ്ട് ഏറെ കയറുന്നു, അത് അപ്പോൾ കാണുന്നൊരു സംഭവമാണ്. അത് കണ്ടില്ല. ഇപ്പൊ ചില പ്രഗത്ഭന്മാരുടെ പടങ്ങൾ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റുമോ? താങ്കളും ഞാനും പറയില്ല. പറഞ്ഞാൽ നമ്മൾ പുറത്താണ് വരിയുന്നത്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, അത് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു 70% ലക്കിൽ പോകുന്ന സാധനം, ഭാഗ്യം. തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഇത്തരം ഈ ഗ്ലാസ് പൊട്ടിക്കുന്ന മുതൽ ഇത്രയും പണം ചെലവാക്കിയ ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതിനെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടന അല്ലെങ്കിൽ ഫിലിം, ചേട്ടൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളായിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ ഇത്രയും മാധ്യമ പ്രവർത്തകരുണ്ട്, നമുക്ക് കളക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ഇപ്പൊ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ അതിനെ പിടിച്ചു നിർത്താൻ, ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ സിനിമ തന്നെ ഇല്ലാതാവും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർക്ക് വിമർശിക്കാൻ തന്നെ പിന്നെ സിനിമ ഇല്ലാതാവും. സാർ, അത് അവര് പറയുന്ന കേട്ടിട്ടില്ലേ, എത്രയോ പ്രഗത്ഭരായ പല നടന്മാരെയൊക്കെ കളിയാക്കിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ അയാൾ വരുന്നു, അയാൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അയാളുടെ ഉപജീവന മാർഗം. അയാളുടെ കുട്ടികൾക്കും അയാളുടെ ഭാര്യയ്ക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ, ഒരു സിനിമ എന്ന് പറയാൻ, ഇപ്പൊ നിങ്ങളടക്കം നമ്മളെല്ലാം സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു സിനിമ എന്ന് പറയാൻ 200-300 പേര്, അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ, അതിന്റെ പ്രൊമോഷന്റെ ആൾക്കാർ, ഇതെല്ലാം ഈ ഹോട്ടലടക്കം ഇല്ലേ, ഈ ഹോട്ടലടക്കം അതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. പണ്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു, പത്രം ഇല്ലേ, പത്രമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നോ? പണ്ട് പത്രത്തിൽ ഒരു സിനിമയുടെ പോസ്റ്റർ വന്നില്ലെങ്കിൽ ആ സിനിമ കൊള്ളൂല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയില്ലേ, ഇപ്പൊ മാറിപ്പോയില്ലേ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ഇതാണ്. അപ്പോൾ കളിയാക്കുന്നതിനൊരു പരിധി വേണം. നിങ്ങൾ വിമർശിച്ചോളൂ,
വിമർശിക്കാം. ഇപ്പം ഇദ്ദേഹത്തിനെ വിമർശിക്കാം, എന്നെ വിമർശിക്കാം, എല്ലാവരും വിമർശിക്കാം. പക്ഷേ അവസാനമായിട്ട് അതിൽ നിന്ന് 10 പൈസ വരുമാനം കിട്ടുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അത് മോശമാണ്. ഇപ്പം തന്നെ നോക്കൂ, കേരളത്തിൽ എത്രയോ സിനിമകൾ വരായിരുന്നു, എല്ലാം കളഞ്ഞില്ലേ? എത്രയോ പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എനിക്കെന്നറിയാം. കാരണം നമ്മുടെ നാട്ടിലാണ് വളരെ കുറച്ച് പൈസയിൽ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം. കൂടി വന്നാൽ 10, 20, 25 കോടി കൊണ്ട് ഒരു സിനിമ ഉണ്ടായി ആ സിനിമ അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ 100, 120 കോടി രൂപ വരെ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ലോകയുടെ കളക്ഷൻ കണ്ടില്ലേ, മഞ്ഞുമൽ ബോയ്സ് കണ്ടില്ലേ? അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വീണ്ടും താഴേക്ക് വന്നു, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് തന്നെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ സിനിമ എഴുതുന്ന സമയം തൊട്ട് എൻ്റെ ഡയറക്ടറായിട്ട് എനിക്ക് കമ്പനി ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇതിനകത്ത് കുറേ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ. ഇത് റിയൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ എഴുതിയേ പറ്റുള്ളൂ. ഞാനൊരു റൈറ്റർ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമൊക്കെ എന്തായാലും എഴുതണം. അത് മാറ്റി പുതിയ സ്റ്റൈലാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഈ പടത്തിനൊരു കാലഘട്ടവും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ രീതികളായിരിക്കുമല്ലോ നമ്മൾ എഴുതി വയ്ക്കുക. അപ്പം വിമർശനം കൊണ്ട് മാത്രം ഒരു പടം തോക്കൊന്നുമില്ല. ഇപ്പം നമ്മുടെ പടം തന്നെ ആയാലും ആളുകൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊള്ളാം, പടം അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുവേട്ടൻ പറഞ്ഞ പോലെ 11 ഫൈറ്റ് ഉണ്ട് ഈ പടത്തിൽ. എല്ലാം ഓരോ മാസ്റ്റർമാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരു പടത്തിൽ 4 മാസ്റ്ററോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ബാബുവേട്ടനൊക്കെ മുന്നേ തൊട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബാബുവേട്ടനോട് വർക്ക് ചെയ്യുന്നത് അല്ലേ. പേഴ്സണലി ബന്ധമുണ്ടെങ്കിലും സിനിമയായിട്ട് ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഇതായിട്ട് കൂട്ടുന്നു. പിന്നെ അതെല്ലാവരും പടം കാണുക, തിയേറ്ററിൽ പോയി പടം കാണുക. നല്ലൊരു ഇടിപ്പടം തന്നെയാണത്. മൊത്തത്തിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഓവറോൾ മീനിങ് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഫൈറ്റ് പരിപാടി ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ഇത്രയും വലിയൊരു ക്രൂ, ഓൾറെഡി ബാബു ചേട്ടനും എല്ലാവരും കാര്യങ്ങളെല്ലാം പറഞ്ഞു. സോ ഇത്രയും വലിയൊരു ക്രൂ എന്നെ സംബന്ധിച്ച് മാസീവാണ്. ഇപ്പം ബാബു ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു പടം ഇറങ്ങാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആവാൻ തന്നെ ഇഷ്ടംപോലെ സ്ട്രഗിൾസാണ്. അതേനെക്കാട്ടിയും കഷ്ടപ്പാടാണ് ഒരു പുതിയൊരു ആർട്ടിസ്റ്റിന് വരാൻ തന്നെ. ഞാൻ കൊച്ചിലെ തൊട്ടുണ്ട്, എന്നാലും ലൈക്ക് ഇത്രയും വലിയ മാസീവ് ഒരു ഫിലിമിൽ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് സോ ഐ എം ബ്ലെസ്ഡ്. ദൈവത്തിനോട് മാത്രം നന്ദി ഇത്രയും വലിയ ക്രൂവിനോട് വർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് സോങ് ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടെന്നേ ഉള്ളൂ. അത് ബാക്ക് ചെയ്തേക്കുന്നത് ഹന്നാൻ ചേട്ടനാണ് സോങ് പാടിയത്, നമ്മളെല്ലാവരും ഹന്നാൻ ഷാ. ആൻഡ് രഞ്ജൻ ചേട്ടനാണ് എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തേക്കുന്നത്. സോ സൂപ്പർ ഹാപ്പി. ആൻഡ് എന്തായാലും ഇപ്പം ബില്ലേട്ടൻ പറഞ്ഞ പോലെ ഇൻ ദ ബിഗിനിങ് ഫസ്റ്റ് 2 days നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും ജസ്റ്റിസ് എല്ലാവർക്കും കിട്ടും. നല്ലൊരു സാധനമാണ്, നല്ലൊരു കണ്ടൻറ്റാണ്, അതിന് ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ജസ്റ്റിസ് ഡിസേർവ്ഡ് ആണ്. ബിക്കോസ് അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കാണുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, നമുക്ക് പൈസ മുടക്കുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയാം, എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ ഞാനിപ്പം പടം അഥവാ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും വന്നാലും ഞാനത് തരണം ചെയ്യും. പക്ഷേ വേറൊരു പാർട്ടിയാണ്, വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും വീടോ പണയോ എന്തെങ്കിലും വെച്ച് സിനിമ ഫാഷന് വേണ്ടി ഇറങ്ങി ആ പടം കംപ്ലീറ്റ് ചെയ്ത് അത് ഫസ്റ്റ് ദിവസം റിലീസിന് പോകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ചിലപ്പോൾ അവർ ഇതുകൊണ്ട് ജീവിക്കുന്നതായിരിക്കാം, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവനെ മിക്കവാറും കൊല്ലും. മനസ്സിലായി? കാരണം തൂക്കിലെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പം അഥവാ നഷ്ടം കുറച്ച് വന്നാലും നമ്മൾ സേഫായിട്ട് തന്നെ പോകും, കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരൊക്കെ ഓട്ടോമാറ്റിക് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയൊന്നും ഈ പടം കാണാതെ മാർട്ടിനെ മുരുകനെ മാർട്ടിനാക്കി ഒന്നും പറയാതെ പടം പോയി കണ്ടിട്ട് കറക്റ്റ് റിപ്ലൈ കൊടുക്കുക. അതിൽ ഉണ്ണി ബ്ലോഗർ മാത്രം കുറച്ച് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റേ പുള്ളിയുടെ പേരെന്താണ്, അശ്വൻ ഗോക്ക്, അത് ഞാൻ 2-3 പ്രാവശ്യം കേട്ട് അത് ബൈജുവിനെ മാർട്ടിനെ ബൈജു ആക്കി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കാനല്ല. ഓക്കെ, കഴിയുന്നതും പടം കണ്ടിട്ടൊക്കെ സംസാരിക്കുക. ചേട്ടാ സംഭവം എന്ന് വെച്ചാൽ അവരെ വിശ്വസിച്ച് ഇഷ്ടംപോലെ ഇപ്പം എനിക്കൊന്ന് പുള്ളിക്കാരന് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ഈ പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഒരു ഓഡിയൻസ് ഉണ്ട്, പുള്ളിക്കാരനൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ടാണ് അത്രയും ആൾക്കാർ വിശ്വസിക്കുന്നത്. സോ പുള്ളിക്കാരൻ തന്നെ ഫിലിം കാണാതെ ക്യാരക്ടറിൻ്റെ പേരും ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന ഒരാൾ ജോബ് എന്ന് ചോദിച്ചാൽ പടം ഫുള്ള് കണ്ട്
A to Z കണ്ട് അതിൻ്റെ ഒരു ഷോട്ട് അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഓവർ ആക്ടിങ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. അതാണ് പുള്ളിക്കാരൻ്റെ ജോലി. സോ പുള്ളിക്കാരൻ അതുപോലും ചെയ്യുന്നില്ല. അപ്പം അത് ചെയ്യാതെ വെറുതെ നെഗറ്റീവ് റിവ്യൂവും പറഞ്ഞ്, അല്ലാതെ ഇപ്പം മോശപ്പടങ്ങളെ പറ്റി നല്ല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെയല്ലല്ലോ കേട്ടോ. നമ്മൾ ഇഷ്ടംപോലെ സഫർ ചെയ്തിട്ടുണ്ട്. ഒരു 58 days നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേച്ചി ഒരു 2 to 3 times പറഞ്ഞു ബൈ മൗത്താണ് നമ്മൾ ഈ ഫിലിം പ്രൊമോട്ട് ചെയ്തതെന്ന്. അത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഓൾമോസ്റ്റ് പടം 11 times കണ്ടു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ എന്നെ മിക്ക തിയേറ്ററിലും കണ്ടു കാണും. ഞാൻ എല്ലാ തിയേറ്ററിലും ഞാൻ ബൈ മൗത്താണ്, പ്ലീസ് ഈ പടം എല്ലാവരുടെ അടുത്തും പോയി പറയണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ഫിലിമിന് ആൾക്കാരെ ഞാൻ കയറ്റുന്നത്. ഏത് പടത്തിലാണ് ആർട്ടിസ്റ്റ് ഇങ്ങനെ പോണത്? കേട്ടോ, ഇത്രേ ഉള്ളൂ. താങ്ക് യു. വേറൊരു കാര്യം കൂടെ പറയാം. പക്ഷേ പുള്ളി പറഞ്ഞ ഫിലിമുകളെല്ലാം, പുള്ളി നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള പടങ്ങളെല്ലാം സക്സസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സുമതി വളവ് പുള്ളി സക്സസ് ആണ്. പുള്ളി അതുകൊണ്ട് ഇത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സക്സസിലോട്ട് തന്നെ പോകും. പിന്നെ യെസ്, പ്രിൻസ് ആൻഡ് ഫാമിലി പല കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തളർത്തേണ്ട കാര്യമില്ല. പുള്ളിയുടെ അടുത്ത് നമുക്കൊന്നും ഒരു വിരോധവും ഇല്ല, ഒന്നുമില്ല. ഇത് കണക്ക് വീണ്ടും വീണ്ടും പറയുക. പിന്നെ സൂര്യകൃഷ്ണ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അവൻ ഒരു പുള്ളിയുടെ പേര് അവന് അറിയില്ല, എന്നിട്ടും സൂര്യകൃഷ്ണൻ എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവൻ എനിക്ക് മനസ്സിലായി മറ്റേ രജിസ്റ്ററായി. അപ്പോൾ രജിസ്റ്ററായ ഒരു വ്യക്തിയെ പറ്റി പറയുള്ളൂ. ഇത് ഒന്നീ പുള്ളി ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തായിരിക്കാം, ഇല്ലെങ്കിൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും നല്ലതായി കിട്ടും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓൾ മറ്റേ ചാനലുകാരായാലും മഞ്ജു ചേച്ചി ആയാലും മറ്റേ നമ്മളെ സെവാൻ, പിന്നെ ബിനു, മറ്റേ മൊമാലി, നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് നമുക്ക് തരുന്നത് തന്നെ വലിയൊരു സന്തോഷം. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വീണ്ടും വീണ്ടും വേണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. പോലുള്ള സിനിമകൾ വിജയിക്കേണ്ടത് ആവശ്യമാണ്. ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിനിമയും കേരളത്തിലുള്ള ഇന്ത്യയിൽ മോശമായിട്ടുള്ളൊരു സിനിമ എടുക്കാറില്ല. അത് എന്തുകൊണ്ടൊക്കെ അങ്ങനെ നല്ല പട്ടികയിലും മോശം പട്ടികയിലും വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പം നല്ലതാണെങ്കിൽ ആ എഫർട്ടിനെങ്കിലും നമ്മൾ മാനിച്ചുകൊണ്ട് അതിന് നല്ല പബ്ലിസിറ്റി കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ മോശം പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഈ പിള്ളേരൊക്കെ പറയുന്ന പോലെ ഇത് നോക്കിയിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവൻ അത് പറഞ്ഞത് തെറ്റായിപ്പോയി അതുകൊണ്ട്. പക്ഷെ അദ്ദേഹമല്ല, അതുപോലെ പല ആൾക്കാർ പറഞ്ഞ എത്രയോ സിനിമകൾ. ഞാനൊരു റിവ്യൂ ഇടുകയാണെങ്കിൽ ഞാൻ എൻ്റെ പോയിന്റ് പറയണമെന്നേ. ചിലപ്പോൾ എനിക്കതിനകത്ത് ചില ഘടകങ്ങൾ, ചിലപ്പോൾ ഒരു സിനിമയിലെ ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് എനിക്ക് ആ പടം ഇഷ്ടപ്പെടും. ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശമായിട്ടും പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല, നിങ്ങൾ പറയണം. എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണാൻ. നിങ്ങളുടെ ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ആൾക്കാർ വരികയും. എനിക്കും തന്നെയാണ് പറയാനുള്ളത്. സിനിമ ആസ്വാദനമാണ്. അത് ആസ്വദിക്കുന്ന രീതിയിൽ പല ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റും, ചിലർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ, അതിനെ തടഞ്ഞു വെക്കാതിരിക്കുക. അത് തെറ്റാണ്. അത് ചുമ്മാ അതുകൊണ്ട് സിനിമയെ കൊന്ന് ജീവിക്കാം എന്ന് വിചാരിക്കരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. അതൊക്കെ ഞാൻ ഇപ്പോൾ അനിലേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും അടുത്ത സിനിമകൾ വരും, ഞാനും അടുത്ത സിനിമ ചെയ്യും. പക്ഷേ ഇനിയും ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവരും അവരൊക്കെ വന്ന് പെടും, അവരൊക്കെ ആത്മഹത്യ ചെയ്യും. ഒരുപാട് പ്രശ്നമുണ്ട് സിനിമ ഇവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ. അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞു ലൊക്കേഷനിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഓരോ സമയം നിങ്ങൾക്ക് അറിയുന്നേക്കാൾ കൂടുതലാണ് ടെക്നിക്കൽ ഇഷ്യൂസ്. ഒരു ലൈറ്റിംഗ് ഇഷ്യൂ ഏതെങ്കിലും കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ നേരത്തെ പോലെ പണ്ട് പത്രം ഇല്ലായിരുന്നെങ്കിൽ, പത്രത്തിലിട്ടില്ലെങ്കിൽ സിനിമ ഇറങ്ങില്ല എന്നുള്ളൊരു സമയത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഇതുവരെയായി. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ അന്നം നമ്മൾ മുടക്കരുതെന്ന് പറയുകയാണ്. കാരണം മലയാള സിനിമകൾ ഇതുപോലെ കുറ്റം പറഞ്ഞ് ഇല്ലാതെ ആയാൽ ഇവിടെ മലയാളം തന്നെ വേണമെന്ന് പ്രേക്ഷകർക്ക് ഒരു നിർബന്ധമില്ല. ഇവിടെ കന്നഡ, അതുപോലെ തെലുങ്കും തമിഴും ഒക്കെ ആൾക്കാർ സ്വീകരിച്ചു തുടങ്ങുന്ന സമയമാണ്. നമ്മൾ അങ്ങോട്ട് തുളച്ചു കയറാൻ നിന്ന സമയത്ത് അത് മാറ്റിയിട്ട് അവരിങ്ങോട്ട് വന്ന് കയറി ലാസ്റ്റ് ഈ പറയുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും. ഈ റിവ്യൂവറിനൊന്നും ഇവിടെ കിടന്ന തമിഴിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാന്നുള്ളൂ. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ടുള്ള കളിക്ക് നിൽക്കണ്ട. അത് നിന്നാൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. വ്യക്തിയോ വി ഡോണ്ട് കെയർ, വി ജസ്റ്റ് ഡോണ്ട് കെയർ. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക പോലും ഇല്ല. അതൊക്കെ അങ്ങനെ നടക്കും. ഇതിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് പോലും ഇനി ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ ആരൊക്കെ ഇതിനകത്ത് റിയാക്ട് ചെയ്ത് വന്നാലും ദൈവം തന്നെ സാക്ഷി, എല്ലാം മുന്നോട്ട് പോകും. മതി.
താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.